എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, നൂൽപുട്ട്, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു മുട്ടക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 2 വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായി നല്ലതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ 5 മിനിറ്റ് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് വഴന്ന് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കിയതും ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. ചെറിയ തീയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഉടയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ചെറു ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നല്ലതുപോലെ തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അങ്ങനെ ഇതാ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള വഴറ്റുമ്പോൾ ഇട്ട ഉപ്പേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനൊരു 6 മുട്ട പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വര ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മുട്ടനെ വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ മുട്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ടിതാ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ട പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് മുട്ടയെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ച് ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒഴിക്കണ്ട. മുട്ട ഇട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പെല്ലാം ഇടുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എടുത്താലും മതി. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് മുട്ടയൊന്നും പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി
മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം അടിപൊളി രുചിയുള്ള നല്ലൊരു മുട്ടക്കറിയാണിത്. ചോറിൻ്റെ കൂടെയെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.